ഹലോ, എല്ലാവർക്കും ബീബാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇത്തവണ ഉണ്ടാക്കുന്നത് വാനില ഷിഫോൺ കേക്കാണ്. വളരെ സ്മൂത്തായിട്ടുള്ള ഈസിയുമായിട്ടുള്ളൊരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. ഒരു വെറൈറ്റി കേക്കാണിത്, ഷിഫോൺ ടൈപ്പ് കേക്കാണ്. വളരെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു ഒരേ എല്ലാ സ്ഥലങ്ങളിലും സെയിം ടെക്സ്ചറാണ് ഇതിന്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഒരു കപ്പ് കേക്ക് ഫ്ലോർ ഈ ബൗളിലേക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാരയുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗവും നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം. കുറച്ച് നമുക്ക് മാറ്റി വെക്കാം, അത് കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറെ ബൗളിലേക്ക് അരിച്ച് മാറ്റാം. ഞാൻ 3 തവണയായിട്ടാണ് അരിച്ച് മാറ്റുന്നത്. കാരണം ഞാൻ ബേക്കിംഗ് പൗഡറും ഉപ്പും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ഭാഗങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 3 തവണയായിട്ട് അരിച്ച് മാറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കേക്ക് പൊന്തി വരാനും ഇത് കൂടുതൽ സഹായകരമാണ്. ഈ അരിച്ചു വച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി എടുക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഞാൻ വെജിറ്റബിൾ ഓയിൽ 120 ഗ്രാമാണ് ശരിക്കും എടുത്തിരിക്കുന്നത്. കപ്പ് അളവ് വരണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പും അതിൻ്റെ കൂടെ 5 ടീസ്പൂണും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അടുത്തതായിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ 4 മുട്ടയുടെ യെല്ലോ പോർഷനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, വിസ്ക് വെച്ചിട്ട്. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ ഇത് എല്ലായിടത്തും ഒന്ന് ആവുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അങ്ങനെ വേറൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് മുട്ടയുടെ വൈറ്റ് പോർഷൻ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് പഞ്ചസാര പൊടിച്ചതുണ്ട്. ബീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ കുറേ ബബിൾസ് വരുന്നത് കാണാം. അത് കുറച്ചുകൂടി ഒന്ന് ബബിൾസിൻ്റെ ആ തിക്നെസ് ഒന്ന് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഞാൻ എല്ലാ പഞ്ചസാരയും ഇതിലേക്ക് ഇട്ടു. നമ്മളുടേത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ക്രീമി പരുവത്തിലായി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ബീറ്റിംഗ് നിർത്തേണ്ടത്. ക്രീമി പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ആഡ് ചെയ്യാം. അത് ഫോൾഡ് ചെയ്താണ് എടുക്കേണ്ടത്. ഈ ഒരു രൂപത്തിലാണ് ഫോൾഡ് ചെയ്യേണ്ടത്.
അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രൂപത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ചെറിയൊരു യെല്ലോയിഷ് കളറിലാണ് കിട്ടുക നമുക്ക്. അപ്പോൾ ആ ഒരു പരുവം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പാനിലേക്ക് മാറ്റാം. ഞാനൊരു ബട്ടർ പേപ്പർ താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് നമുക്ക്. എല്ലാ ഭാഗത്തും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൽ ബബിൾസ് ഒക്കെ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മൈക്രോവേവ് ഓവനല്ല, ഇലക്ട്രിക്കലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ടൈം കൊടുത്തിരിക്കുന്നത് ഒരു 50 മിനിറ്റിലേക്കും കൂടാതെ 120 ഡിഗ്രിയിലുമാണത് ചൂടാകുന്നത്. ആദ്യം തന്നെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തിരുന്നു ഒരു 5 മിനിറ്റ്. അത് 120 ഡിഗ്രിയിൽ തന്നെയാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഓവൻ്റെ പവറിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും മാറ്റം വരും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് 50 മിനിറ്റ് കഴിഞ്ഞിട്ട് ആയിട്ടുണ്ടെന്ന് നോക്കാം. ഇത് പൊന്തി വരുന്നത് കണ്ടില്ലേ? ഞാൻ ഓവനിൽ നിന്നും 10 മിനിറ്റ് തണുക്കാൻ പുറത്ത് വെച്ചിരുന്നു. തണുത്തപ്പോൾ തന്നെ ഇത് എല്ലാ സൈഡിൽ നിന്നും അടർന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി കേക്കാണ്, വളരെ ടേസ്റ്റാണത്. വായിൽ വെച്ചാൽ അലിഞ്ഞ് പോകുന്നൊരു തരം കേക്കാണ് ഷിഫോൺ കേക്ക്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. ഇതിൻ്റെ മേലെ ബട്ടർ പേപ്പർ ഉണ്ട്. വളരെ സോഫ്റ്റാണ് കടിക്കാനൊക്കെ, ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്കിതിൽ നിന്നും ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ കേക്കാണ്. വളരെ നന്നായിട്ടുണ്ടത്. ഇതാണ് നമ്മുടെ കേക്ക്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. സെയിം ടെക്സ്ചറാണ് എല്ലായിടത്തും. ഈ ഒരു ബ്രൗണിഷ് കളർ ഷിഫോൺ കേക്കിന് പറഞ്ഞതാണ്. വളരെ സോഫ്റ്റാണ്. കണ്ടില്ലേ, നോക്കൂ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്നെസ് ഇതിന് വേണം. ഇതിൻ്റെ മേലെ ക്രീമും കൂടിയൊക്കെ പുരട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ ഒരു പരുവമാണ് ഷിഫോൺ കേക്കിന് വേണ്ടിയത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുറേ നേരമായിട്ട് എൻ്റെ ആള് വെയിറ്റ് ചെയ്യാണ് കഴിക്കാനായിട്ട്. ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്